ഉണ്ണീശോയെ സ്വന്തമാക്കാൻ 25 പ്രാർത്ഥനകൾ. 2-ാം ദിനം. വിസ്മരണീയനായ ഉപദേഷ്ടാവ്. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഏശയ്യാ 9-ാം അധ്യായം 6-ാം വാക്യം. യേശുവിന് പഴയ നിയമം ചാർത്തി നൽകിയ പേരുകൾ വളരെ അർത്ഥസമ്പുഷ്ടവും ദൈവശാസ്ത്ര തികവുള്ളതുമാണ്. ഏശയ്യാ പ്രവാചകൻ നൽകിയിരിക്കുന്ന 4 പേരുകൾ വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ്. ഇവ 4 അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളാണ്. യേശുവിനെ വിസ്മരണീയനായ ഉപദേഷ്ടാവായി സ്വീകരിക്കുന്ന കുടുംബങ്ങളും സമൂഹങ്ങളും മറ്റുള്ളവർക്ക് അനുഗ്രഹവും അഭയവുമാണ്. പ്രാർത്ഥന. നിത്യനായ പിതാവേ, നിന്റെയും നിന്റെ തിരുക്കുമാരനായ യേശുവിൻ്റെയും മുൻപിൽ ഭയഭക്തി ആദരവോടെ ഞങ്ങൾ ശിരസ്സു നമിക്കുന്നു. ഏശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നിന്റെ പ്രിയപുത്രൻ്റെ നാമങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞങ്ങൾ ഗ്രഹിക്കുകയും ഞങ്ങളുടെ രക്ഷകനായ യേശുവിലേക്ക് വളരുകയും ചെയ്യട്ടെ. വിസ്മരണീയനായ ഉപദേഷ്ടാവായ യേശുവിനെ അടുത്തനുഗമിച്ച് തിരുപ്പിറവിക്കൊരുങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സുകൃതജപം. ഈശോയെ, എൻ്റെ കുടുംബത്തിൻ്റെ വഴികാട്ടിയായി നീ വരണമേ. ഈശോയെ, എൻ്റെ കുടുംബത്തിൻ്റെ വഴികാട്ടിയായി നീ വരണമേ. ഈശോയെ, എൻ്റെ കുടുംബത്തിൻ്റെ വഴികാട്ടിയായി നീ വരണമേ.